ഇന്ന് നമുക്കൊരു ഇഫ്താർ സ്പെഷ്യൽ ഈസി സ്നാക്സ് റെഡിയാക്കി എടുത്താലോ. വളരെ സിമ്പിളാണ്, നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ റെഡിയാക്കാമെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ 2 പുഴുങ്ങിയ മുട്ട ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കാം. പച്ചമുളകൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് പൊടിയായി അരിഞ്ഞു വെച്ചിട്ടുള്ള വേപ്പിലയും മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 ചെറിയ സവാള പൊടിയായി അരിഞ്ഞ് അതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ബ്രെഡ് ക്രംസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് ചെറിയ ജീരകം പൊടിച്ചതും കുറച്ച് കുരുമുളക് പൊടിയും കാശ്മീരി ചില്ലി പൗഡറും പിന്നെ കുറച്ച് ഗരം മസാല പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചെറിയ 2 ഉരുളൻകിഴങ്ങ് വേവിച്ച് നന്നായി പൊടിച്ചെടുത്തതാണ്, അതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് കൈകൊണ്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. നല്ല പോലെ നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗളെടുത്ത് അതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും പിന്നെ കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം. ഒരുമിച്ച് ഒരുപാട് വെള്ളം ചേർക്കാതെ നമ്മൾ കുറച്ച് വെള്ളം ചേർത്തിട്ടാണ് ഇത് മാവ് റെഡിയാക്കി എടുക്കുന്നത്. കണ്ടില്ലേ, ഈ ഒരു പരുവത്തിലാണ് നമുക്ക് മാവ് കിട്ടേണ്ടത്. ഇനി കയ്യിൽ കുറച്ച് എണ്ണ തടവി കൊടുത്ത ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാലയിൽ നിന്ന് കുറച്ചെടുത്ത് കയ്യിൽ ഇതുപോലെ വെച്ച് പരത്തി നടുവിൽ ഒരു ഹോള് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഉഴുന്നുവടയൊക്കെ ഉണ്ടാക്കില്ലേ, ആ ഷേപ്പിലാണ് നമ്മളിന്നിത് റെഡിയാക്കി എടുക്കുന്നത്. ഇതുപോലെ നമുക്ക് മുഴുവൻ വടയും റെഡിയാക്കി എടുക്കാം. നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള വട ഇനി നേരത്തെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന മൈദയുടെ ബാറ്ററിലേക്ക് മുക്കി കൊടുക്കുകയാണ്. അതിൽ മുക്കിയെടുത്ത ശേഷം നമ്മളിത് ബ്രെഡ് ക്രംസിലും കൂടെ ഒന്ന് കോട്ട് ചെയ്തെടുക്കണം. ഇനി ഇത് നന്നായി ചൂടായിട്ടിരിക്കണ ഓയിലിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. മുഴുവൻ വടയും ഇതുപോലെ മൈദയുടെ ബാറ്ററിൽ ഡിപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്ത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ ഇത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. അടിവശം വെന്ത് വരുമ്പോൾ ഇത് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, പൊട്ടിപ്പോവാതെ നല്ല സൂക്ഷിച്ച് മറിച്ചിട്ട് കൊടുക്കണം. 2 വശവും നല്ലപോലെ ഫ്രൈ ആയി വന്നതിന് ശേഷം നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. നമ്മുടെ നല്ല ടേസ്റ്റി എഗ്ഗ് വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളല്ലേ റെഡിയാക്കി എടുക്കാൻ, നല്ല ടേസ്റ്റുമാണ് കേട്ടോ കഴിക്കാൻ. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് റെഡിയാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. നമ്മൾ മുഴുവൻ വടയും അവിടെ റെഡിയാക്കി, നല്ല സോഫ്റ്റാണ്, നല്ല ക്രിസ്പിയാണ്. അപ്പോൾ റെഡിയാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്.